എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി എക്സാം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, രജിസ്ട്രേഷൻ ഉടൻ ആരംഭിക്കുമോ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ സപ്ലിമെൻ്ററി എക്സാം എപ്പോഴായിരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഉടൻ ഉണ്ടാകുമോ, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സപ്ലിമെൻ്ററി എക്സാമിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുന്നത്, സാധാരണ നമ്മൾ 3 വർഷ ഡിഗ്രിയുടെ കാര്യം നമ്മൾ ആദ്യം എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 3 വർഷ ഡിഗ്രിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നാം സെമസ്റ്റർ പരീക്ഷ വന്നു, റിസൾട്ട് ഇന്നലെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷ എന്ന് അതിൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷ എന്ന് പറയുന്നത് അടുത്ത ഫസ്റ്റ് ഇയേഴ്സിനൊപ്പമാണ്. അതായത് അതിൻ്റെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ അടുത്ത ഫസ്റ്റ് ഇയേഴ്സിനൊപ്പമാണ്. സാധാരണ 3 വർഷ ബിരുദ പരീക്ഷയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അടുത്ത വർഷം നിങ്ങളുടെ ഫസ്റ്റ് ജൂനിയേഴ്സ് വന്ന് അവരുടെ ഫസ്റ്റ് സെം എന്നായിരിക്കുമോ അവരോടൊപ്പമാണ് നിങ്ങളുടെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റി നടത്താറ് 3 വർഷ ഡിഗ്രിയുടെ കാര്യമെടുക്കുമ്പോൾ. എന്നാൽ ഇത് 4 ഇയർ ഡിഗ്രിയാണ്. 4 വർഷ ഡിഗ്രി വന്നതിൽ പിന്നെ തീരുമാനങ്ങളിൽ മാറ്റമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ സർക്കുലർ പ്രകാരം 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണം. അതായത് FIUGPയുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ച് 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓർഡർ. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ എപ്പോഴായിരിക്കും രജിസ്ട്രേഷൻ ഉണ്ടാകുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ജനുവരിയിലായിരിക്കും മിക്കവാറും രജിസ്ട്രേഷൻ ഉണ്ടാകാറ്. എക്സാം ഒരു ഫെബ്രുവരിയോട് കൂടി തന്നെയായിരിക്കും മിക്കവാറും ഉണ്ടാകുക. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുകയെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ ഫസ്റ്റ് സെം എക്സാമിന് രജിസ്റ്റർ ചെയ്തത് അതുപോലെ തന്നെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ ഒരു പരീക്ഷയ്ക്ക് എത്ര രൂപയാണെന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എത്രയാണ് 450 to 500 വരിക. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഒരു എക്സ്പാക്റ്റ് 500 to 550 വരെ എക്സ്പാക്റ്റ് 500 to 550 ഒരു 500 to 550 പെർ 1 സബ്ജക്റ്റിന് സാധാരണഗതിയിൽ ആകുന്നതാണ്. 500 to 550 എന്ന രീതിയിൽ. അപ്പോൾ 500 to 550 രൂപ നൽകിയിട്ടാണ് വിദ്യാർത്ഥികൾ ഓരോ എക്സാമിനുമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. സാധാരണ എത്ര വിഷയങ്ങളിൽ സപ്ലൈ എക്സാം എഴുതാം എന്നുള്ള ചോദ്യത്തിന് എത്ര വിഷയങ്ങൾ വേണമെങ്കിലും, നിങ്ങൾ എത്ര ഫെയിലായിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിലും ആ വിഷയങ്ങൾ മുഴുവൻ സപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്ത് സപ്ലൈ എഴുതാവുന്നതാണ്. സപ്ലൈ എക്സാം 45 ദിവസത്തിനകം നടത്താനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓർഡർ. രജിസ്ട്രേഷൻ ഒരു പകുതിയോടെ അല്ലെങ്കിൽ ജനുവരി അവസാനത്തോടെ ഉണ്ടാകും. പരീക്ഷ ഫെബ്രുവരി തന്നെ ഉണ്ടാകുമെന്ന് വിദ്യാർത്ഥികൾ ഉറപ്പിക്കുക. കാരണം സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് ഇനി വിദ്യാർത്ഥികൾ 1 വർഷം കാത്തിരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സപ്ലിമെൻ്ററി പരീക്ഷ നേരത്തെ നടത്താനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം. ഒരു കണക്കിന് ഇത് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാണ്. കാരണം ഇനിയിപ്പോൾ 1 വർഷം കാത്തിരിക്കുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവുകയും എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ആ ഒരു പ്രശ്നം വരുന്നില്ല. അതുമാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് സാധാരണഗതിയിൽ 3 വർഷ ബിരുദ വിദ്യാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ 4 ഇയർ വിദ്യാർത്ഥികൾ വളരെ ഭാഗ്യവാന്മാരാണ്. സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് 1 വർഷം കാത്തിരിക്കേണ്ടതായ ഒരു അവസ്ഥ വരുന്നില്ല. നിങ്ങൾക്ക് +2 പോലെ തന്നെ മെയിൻ എക്സാം കഴിഞ്ഞ് വിത്തിൻ 1 or 2 മന്തിനകം തന്നെ സപ്ലിമെൻ്ററി പരീക്ഷ നടത്തുന്നു. അപ്പോൾ നിങ്ങൾക്കത് എഴുതിയെടുക്കാൻ എളുപ്പമാണ്. കാരണം ഇപ്പോൾ ഒരു വിഷയം നിങ്ങൾക്ക് ആ പോയ വിഷയം ഏതൊക്കെ വിഷയത്തിലാണോ നിങ്ങൾക്ക് സപ്ലി വന്നിട്ടുള്ളത് ആ വിഷയം മാത്രം പഠിച്ചുകൊണ്ട് അതിൽ നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്കിത് ഉപകാരപ്പെടും. തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരിക്കും സപ്ലിമെൻ്ററി പരീക്ഷയുമായി എന്തെങ്കിലും അറിയിപ്പുകൾ വരുന്നവർക്ക് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പ് വരുവാണെങ്കിൽ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരും.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറി, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈ ഫോർ ടെക്, ദ കരിയർ ഗൈഡ്. ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്. ബൈ.